നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ധനസഹായ വിതരണം മാർച്ച് മാസം തന്നെ ഉണ്ടാകും. ആദ്യ ആഴ്ചകളോടൊക്കെ തന്നെ ഇതിൻ്റെ വിതരണ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അറിയിപ്പ് വരും. നിലവിൽ കേരള സന്ദർശനം, പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം മാർച്ച് മാസം 11-ാം തീയതിയാണ്. ഈ സമയത്ത് പല പദ്ധതികളുടെയും പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ ആനുകൂല്യ വിതരണവും ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഈ തീയതിയിൽ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ സ്വിച്ച് ഓൺ കർമ്മവും ഒരുപക്ഷെ നിശ്ചയിച്ചേക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർച്ച് മാസം ആദ്യ ആഴ്ചകളിൽ നമുക്ക് ഈ ധനസഹായം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. 21 ഗഡുക്കളുടെ വിതരണം പൂർത്തിയായി 42,000 രൂപയോളം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റാണ്. ഇത് എല്ലാ വർഷവും 6,000 രൂപ ലഭിക്കുന്ന പ്രധാനമന്ത്രിയുടെ ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടിയുള്ള ഒരു സഹായ പദ്ധതിയാണ്. അപ്പോൾ 6,000 രൂപയോളം നമുക്ക് ഈ ധനസഹായം അത് 3 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് 4 മാസ ഇടവേളകളിലാണ് തുക വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗഡുവിൻ്റെ, അതായത് 22ാമത്തെ ഗഡു വിതരണം ചെയ്യാനുള്ള ഒരു സമയപരിധിയാണ് ഡിസംബർ, അതോടൊപ്പം തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയ 4 മാസങ്ങളാണ് ഈ ഒരു ഗഡുവിൻ്റെ വിതരണം നടക്കേണ്ടിയിരുന്നത്. അത് സാധാരണഗതിയിൽ ഫെബ്രുവരി മാസത്തിലൊക്കെ നടക്കേണ്ടതായിരുന്നു. എന്നാൽ അവസാന മാസമാണ് മാർച്ച്. അപ്പോൾ മാർച്ചിൽ തന്നെയായിരിക്കും വിതരണം. അത് പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലുമൊക്കെ പബ്ലിക് മീറ്റിങ്ങിൽ വെച്ചാണ് ഇതിൻ്റെ വിതരണം നടക്കാറുള്ളത്. അങ്ങനെ അടുത്ത് വരുന്ന ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ പ്രത്യേക ഈവൻ്റ് നമ്മളുടെ സംസ്ഥാനത്ത് വെച്ചാണ്. അപ്പോൾ ഈ ഒരു വമ്പൻ പ്രഖ്യാപനം ഒരുപക്ഷെ കേരളത്തിൽ വെച്ച് തന്നെയായിരിക്കും ഈ പദ്ധതിയുടെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തപ്പെടുക. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ കർഷകർ ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിങ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്, ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മുൻപ് ആനുകൂല്യം ലഭിച്ചവർക്ക് മറ്റ് തടസ്സങ്ങളില്ല. ആനുകൂല്യങ്ങൾ ഇടയ്ക്ക് വെച്ചൊക്കെ മുടങ്ങിയവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർ ഈ രീതിയിൽ സ്റ്റാറ്റസൊക്കെ ഒന്ന് പരിശോധിച്ച് എന്താണ് കാരണമെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർക്ക് ഇനി കേവലം ഒരു ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളും റേഷൻ കടകളുടെ റേഷൻ അരി, ആട്ട പോലുള്ള ആനുകൂല്യങ്ങളെല്ലാം കാർഡ് ഉടമകൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് കൈപ്പറ്റാത്ത, അതായത് 3-അതിലധികം മാസങ്ങളിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത റേഷൻ കാർഡുകൾ അത് തരം മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിക്കും. അങ്ങനെ വരുന്ന ഒഴിവുകളിലേക്ക് അർഹതയുള്ള BPL റേഷൻ കാർഡ് കൂടുതൽ വിതരണം ചെയ്യുന്നതുമായിരിക്കും. അതായത് APL വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ BPLന് വേണ്ടി അപേക്ഷ വെച്ചിട്ടുണ്ട്, അർഹതയുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷകൾ പരിഗണിക്കുകയും അങ്ങനെയുള്ളവർക്ക് APL കാർഡുകൾ മാറ്റി BPL കാർഡ് നൽകുന്നതുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ എത്രയും വേഗം അത് വാങ്ങുക. ഇനി അതോടൊപ്പം റേഷൻ ആനുകൂല്യങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മൾ എത്ര നാൾ ഈ കാർഡുകൾ അനർഹമായിട്ട് കൈവശം വെച്ചുവോ അത്രയും നാളത്തെ ആനുകൂല്യങ്ങളുടെ തുക അതൊരു പിഴയായിട്ട് തന്നെ നമ്മൾ അടയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതായത് പലരും APL അല്ലെങ്കിൽ ഉയർന്ന കാറ്റഗറിയിലൊക്കെ ഉള്ളവരായിരിക്കാം, പക്ഷേ BPL കാർഡുകളായിരിക്കാം കൈവശം വെച്ചിട്ടുള്ളത്. അത്തരം കാർഡുകൾ തരം മാറ്റാത്തത് മൂലം തന്നെ സ്വമേധയാ സബ്മിറ്റ് ചെയ്യാത്തത് മൂലം, സറണ്ടർ ചെയ്യാത്തത് മൂലമൊക്കെ ഈ രീതിയിൽ തുടർച്ചയായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങാതിരിക്കുമ്പോൾ കൃത്യമായിട്ട് അന്വേഷണം ഉണ്ടാകും. ആ രീതിയിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നല്ല ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നൊരു കാര്യം കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, റെയിൽവേ ഗ്രൂപ്പ് D വിഭാഗത്തിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാം. 22,195ഓളം വരുന്ന ഒഴിവുകൾ. ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണ്. മാർച്ച് മാസം 2-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ എത്രയും വേഗം ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യുക. ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ അപേക്ഷ വെക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. ഇനി സ്ത്രീകൾക്കൊക്കെയാണ് എങ്കിൽ സംവരണ വിഭാഗങ്ങൾക്ക് 250 രൂപയായിരിക്കും അപേക്ഷാ ഫീസ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.